ഹോർമോസ് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകൾ ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ അനുമതിയോടെ മാത്രം കടത്തിവിടുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടന്നുവെന്ന് റിപ്പോർട്ട്. കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രം കപ്പലുകൾ കടത്തിവിടുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമുദ്ര ഗതാഗത അതോറിറ്റിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് അറിയിച്ചത്. കപ്പൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മുൻകരുതൽ നടപടിയാണിതെന്നും വിശദീകരിച്ചു. ഇതിനായി ചരക്ക് കപ്പലുകൾ ഇറാന്റെ സമുദ്ര മേഖലയിൽ പ്രവേശിച്ച് സേനയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് തിരിയേണ്ടത്. ടോൾ ബൂത്തിന് തുല്യമായ സമ്പ്രദായമാണിത്. യുദ്ധം ആരംഭിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര ഗതാഗതം 90% കുറഞ്ഞു. മാർച്ച് 1 ശേഷം എണ്ണ ടാങ്കറുകളും ചരക്ക് കപ്പലുകളും അടക്കം 150 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയതെന്ന് കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് പറയുന്നു. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം നടന്നിരുന്ന ഏകദേശ ഗതാഗതമാണിത്. അതേസമയം ഖാർക്ക് ദ്വീപിലെ ടെർമിനലിൽ നിന്നുള്ള ഇറാന്റെ ക്രൂഡ് കയറ്റുമതി തടസ്സമില്ലാതെ യുദ്ധകാലത്തും തുടർന്നു. ഇറാനെതിരെയുള്ള പാശ്ചാത്യ ഉപരോധം വകവയ്ക്കാതെ ചൈനയിലെ റിഫൈനറികളിലേക്കാണ് ഇതിലേറെയും പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ കടത്തിവിട്ട പല കപ്പലുകൾക്കും ഫീസ് ചുമത്തിയെന്നാണ് ലോയിഡ്സ് ലിസ്റ്റ് ഇന്റലിജൻസ് ആരോപിക്കുന്നത്. നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലമായും ചില കപ്പലുകൾ കടന്നുപോയി. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. ടോൾ ബൂത്ത് സംവിധാനം സ്ഥിരമാക്കാനാണ് ഇറാൻ നീക്കമെന്നും ഇത് രാജ്യാന്തര നിയമ ലംഘനമാണെന്നും ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ ആരോപിച്ചു. കപ്പലുകൾക്ക് ഫീസ് ചുമത്താനുള്ള നിയമനിർമ്മാണം പുരോഗമിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളെ മുന്നിൽ കണ്ടാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ സൈനിക വൃത്തങ്ങൾ തസ്നീം വാർത്താ ഏജൻസിയോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ അനാവശ്യ ഇടപെടൽ നടത്തിയാൽ അത് അവർക്ക് പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നും ഇറാൻ വക്താവ് കൂട്ടിച്ചേർത്തു. പേർഷ്യൻ ഗൾഫിലോ ഒമാൻ കടലിലോ ഇറാന്റെ ദ്വീപുകളിലോ സൈനിക വിന്യാസം നടത്തിയാൽ അത് ശത്രുക്കൾക്ക് ഇരട്ടി നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തെ ചെങ്കടലുമായും സൂവേസ് കനാലുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ബാബ് അൽ മാൻറ്റോബ് അഥവാ മാൻറ്റോബ് കടലിടുക്ക്. അറബിക് ഭാഷയിൽ ഇതിന്റെ അർത്ഥം കണ്ണുനീരിന്റെ കവാടം എന്നാണ്. അപകടം പിടിച്ച നാവിക പാതയെ ആയതിനാലാണ് ഈ പേര് വന്നത്. ആഗോള സമുദ്രപാതയിലെ സുപ്രധാന മേഖലയാണ് ഈ കടലിടുക്ക്. ഇത് തടസ്സപ്പെട്ടാൽ സൂവേസ് കനാൽ കടന്നുവരുന്ന കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാനാകാതെ വരും. ആഗോളതലത്തിൽ സമുദ്രമാർഗമുള്ള ചരക്ക് കയറ്റുമതി, പ്രത്യേകിച്ച് അസംസ്കൃത എണ്ണ, ഇന്ധനം എന്നിവയ്ക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണിത്. മൊത്തം കടൽ മാർഗം വ്യാപാരം ചെയ്യുന്ന എണ്ണയുടെ 12%, LNG വ്യാപാരത്തിന്റെ 8% ബാബ് അൽ മന്ദേബ് വഴിയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും നിരവധി രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സൂയസ് കനാൽ വഴി ചെങ്കടലിൽ പ്രവേശിക്കുന്ന കപ്പലുകൾ ഈ കടലിടുക്ക് കടന്നുവേണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുന്നത്. US, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരുന്ന കപ്പലുകൾക്ക് സൂയസ് കനാൽ കടക്കണമെങ്കിൽ ബാബ് അൽ മന്ദാബ് വഴി കടന്നുപോയേ തീരൂ. ലോകവ്യാപാരത്തിന്റെ ഏകദേശം 10% മുതൽ 12% വരെ ഈ ചെറിയ കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തിക്കുന്ന പ്രധാന പാതയാണിത്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇതിലൂടെ കടന്നുപോകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.